വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ബഹുമാന വ്യക്തികൾക്കും നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ സ്കൂൾ വാർഷികം ആഘോഷിക്കാനും നമ്മുടെ ടീച്ചറിൻ്റെ യാത്രയയപ്പ് സമ്മേളനത്തിനുമാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് വാർഷികം നടത്തുന്നത്. നമ്മുടെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു അവസരമാണ് നമ്മുടെ സ്കൂൾ വാർഷികത്തെ നമ്മൾ കാണുന്നത്. എന്നാൽ ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊരു വിഷമം കൂടിയുണ്ട്. നമ്മുടെ ടീച്ചർ വളരെ കുറച്ച് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 80 ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മളോടൊപ്പം ഉള്ളൂ. അങ്ങനെ പറയാൻ കഴിയില്ല, കാരണം ഏത് സമയത്തും നമുക്ക് ടീച്ചറിനെ വിളിക്കാനും എന്ത് കാര്യം പറയാനുമുള്ള സ്വാതന്ത്ര്യം ടീച്ചറിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് അകന്നു പോകുന്നു എന്നൊരു വിഷമം വേണ്ട. മറ്റുള്ള എല്ലാ ജോലിയും പോലെ അധ്യാപനം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവം തന്നൊരു കഴിവാണ്, അല്ലെങ്കിൽ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ജോലിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മർ സാറ് ഇവിടെ ഇരിപ്പുണ്ട്. ശരിക്കും സാറിനെ കാണുമ്പോൾ ഞാൻ 3ാം ക്ലാസ്സിലെ കുട്ടിയാണ്. സാർ അന്ന് പഠിപ്പിച്ച മഴയുടെ പാട്ട് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. അത്രയ്ക്ക് നമുക്ക് എന്തുകൊണ്ട് ഒരു അധ്യാപകനായതുകൊണ്ട് മാത്രമാണ് സാറിനെ ഇത്രയും നമ്മൾ ഓർക്കുന്നത്. ഇന്നും സാറിനെ കാണുമ്പോഴൊക്കെ കൊച്ചുകുട്ടി, ആ 3ാം ക്ലാസ്സിലെ കുട്ടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയാണ് നമ്മുടെ അജിത ടീച്ചറുമായിട്ട് ഈ പ്രദേശത്ത് ഏത് വീടുകളിൽ പോയാലും അല്ലെങ്കിൽ ഏത് ഏരിയയിൽ പോയാലും ടീച്ചറിനെ അറിയാവുന്ന ഒരാൾ അവിടെ ഉറപ്പായിട്ടും കാണും. ടീച്ചർ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ടീച്ചറെ എന്ന് പിടിച്ച ടീച്ചറെ എന്നെ പഠിപ്പിച്ചാണ് മിക്കവരും ടീച്ചർ ഓർക്കാറുണ്ട്. പല മുഖങ്ങളും ടീച്ചർ പരിചിതമാണ്. എങ്കിൽ പോലും ആ ടീച്ചർ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഒരു അധ്യാപകർക്ക് ഒരു കുട്ടികളിൽ നിന്ന് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കുട്ടികളുടെ മുഖം മാറും, പക്ഷേ അധ്യാപകർ മാറുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ വന്ന് വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം എത്രയോ അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം ഈ പ്രാവശ്യം എനിക്ക് വേറൊരു ഭാഗ്യം കൂടിയുണ്ട്. എല്ലാ കുട്ടികൾക്കും അമ്മയാകുന്നതോടൊപ്പം എൻ്റെ മകൻ്റെ ക്ലാസ് ടീച്ചർ ആകാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പഠിച്ച സ്കൂളിൽ പഠിപ്പിക്കാനും അതുപോലെ എൻ്റെ മക്കളെ പഠിപ്പിക്കാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഞാനത് പറയാൻ. അതും ഒരു സന്തോഷമുള്ളൊരു അവസരമാണ്. അപ്പോൾ നമ്മുടെ വാർഷികം ഇപ്പം നമ്മുടെ കുറേ കലാമത്സരങ്ങൾ കഴിഞ്ഞു. നമുക്കറിയാം, പണ്ടുള്ള കാലങ്ങളിൽ ക്ലാസ്സിൽ 1-2 സ്ഥാനക്കാരെ മാത്രമേ അധ്യാപകർ ഓർക്കാറുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രാധാന്യം നൽകാറുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. 25 കുട്ടികളുള്ള ക്ലാസ്സിൽ 15 കുട്ടികളും വ്യത്യസ്ത മേഖലകളിൽ ഒന്നാമതാണ്. അവർ എല്ലാ കഴിവുകളും വികസിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ഇന്ന് കുട്ടികൾക്ക് അവസരങ്ങളുണ്ട്. അതിലുപരി അവർ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നുമുണ്ട് ഒട്ടനവധി വേദികളിൽ. നമുക്കറിയാം, നമ്മുടെ ആത്മവിദ്യയുടെ തന്നെ പല പ്രോഗ്രാമുകളിലും നമ്മുടെ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത കുട്ടികളെയും കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളെയൊക്കെ ആദരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി നമ്മുടെ ശ്രേയസിനെ ഇവിടെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് പോയിട്ടും പല മേഖലകളിൽ കഴിവ് തെളിയിച്ചതിനാണ് നമ്മുടെ ശ്രേയസിന് ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്നത്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ 4ാം ക്ലാസ്സിലെ കുട്ടികളും ഈ വർഷം വേറൊരു സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും. നമ്മുടെ അജിത ടീച്ചറിന് ഇനി ഒരു വിശ്രമ ജീവിതമല്ല, ടീച്ചറിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ, അതിനുള്ള കഴിവ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.